എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ആകെപ്പാടെ മാറ്റിമറിച്ചൊരു നാണയമാണത്. ഇതിനെ പറ്റിയിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞായിരുന്നു. അതായത് കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു സ്റ്റോയിക് ഫിലോസഫീനെ പറ്റി പറയുമ്പോൾ, അതിലുള്ള ഒരു കൺസെപ്റ്റാണ് മെമന്റോ മോറി കോയിൻ എന്ന് പറയുന്നത്. അതായത് ഇതൊരു കോയിനാണ്. ഇതിലൊരു കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഞാനത് പിന്നീട് വായിച്ചു തരാം. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മളെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പോലും ഒരു ധൈര്യത്തോട് കൂടിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കാണുക എന്നുള്ളത് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പറയാൻ വേറെ പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വഴി കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം ഒരു 10, 25 വയസ്സ് പ്രായമുള്ള ഒരു ആളാണ്. പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് മാറി കുറച്ച് അകലെ ഒരു ഹോസ്റ്റലിലാണ് കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് 1 1/2 വർഷത്തോളമായിട്ട് ഈ പഠനവും കാര്യങ്ങളെല്ലാം ആയിട്ട് അദ്ദേഹം സ്റ്റേ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് ഒരു ഏകദേശം ഒരു 8 മാസത്തോളം മുമ്പായിട്ട് കംപ്ലീറ്റ്ലി സിവിയർ ആയിട്ട് ഈ ഫോൺ അല്ലെങ്കിൽ സ്ക്രോളിങ്ങിൽ അഡിക്റ്റഡ് ആയി പോവുകയാണെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ 8 മാസത്തോളം കംപ്ലീറ്റ്ലി ബെഡിൽ തന്നെ കിടന്ന്, അതായത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് മാത്രമല്ലാണ്ട് ഒഴിച്ച് ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാറേ ഇല്ലാന്ന്. അങ്ങനെ 8 മാസത്തോളം ഒരാൾ കിടന്ന് സമയം കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി. കാരണം നമ്മളുടെ ഇന്നത്തെ ഏറ്റവും എനർജിയുള്ള അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള ആ ആ ഒരു സമയം ഇങ്ങനെ നമ്മളൊരു ഒരു വേസ്റ്റ് ആക്കണ പോലെ അല്ലെങ്കിൽ ഒന്നിലേക്ക് ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത പോലെ സമയം കളയണ ഒരാളുടെ കഥ കേട്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് ഇതൊന്ന് ഓർമ്മിപ്പിക്കണം എന്ന് തോന്നി. കാരണം ഈ കോയിനിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് ഞാൻ ഒരു കാലത്ത് എൻ്റെ ജീവിതത്തില് ഒത്തിരി സമയം, അതായത് നല്ലതെന്ന് തോന്നണ നല്ല സമയം നമ്മൾ പലപ്പോഴും മറ്റുള്ള ആൾക്കാരെ പറ്റി ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം എങ്ങനെ എന്നെ ബാധിക്കും എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ ചില പേടി കാരണം കൊണ്ട്, റിസ്ക് എടുക്കാനുള്ള പേടി കാരണം കൊണ്ടൊക്കെ ഒത്തിരി നല്ല സമയങ്ങള് നമ്മള് തള്ളി നീക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അതുപോലെയുള്ള ഒരാളാണെങ്കിൽ ഇപ്പം നമുക്ക് റിസ്ക് എടുത്തിട്ടാണ് മുന്നോട്ട് പോവാൻ ഉള്ളുവെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയുള്ളെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇതിൽ എഴുതിയത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു മാറ്റം വരാം. ഇപ്പോൾ ഈ കോയിനിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്. അതായത് യു കുഡ് ലീവ് റൈറ്റ് നൗ, അതായത് നിങ്ങൾ ഏത് നിമിഷവും നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടേക്കാം. ലെറ്റ് ദാറ്റ് ഡിറ്റർമൈൻ വാട്ട് യു ഡു. അത് തീരുമാനിക്കട്ടെ. അതായത് ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്ന ഒന്നാണ് ജീവിതം എന്നുള്ളത് തീരുമാനിക്കട്ടെ. നിങ്ങൾ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. അതൊരു വെരി പവർഫുൾ ആയിട്ടുള്ള റിമൈൻഡറാണ്. അതായത് മരണത്തെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തല്ല. ഒപ്പം തന്നെ മരണത്തെപ്പറ്റി മരണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിനേക്കാളും എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇനിയുള്ള സമയം കളയണം, എങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സ്റ്റോയിക് ഫിലോസഫിയിലെ ഈ മൊമെന്റോ മോറി എന്ന് പറയുന്ന ഈ നാണയം. ഇത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ആ സുഹൃത്ത് അത്രയും സമയം കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ അദ്ദേഹത്തിന് അതീന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരു പഠിക്കാൻ പറ്റുന്നില്ല, എക്സാം അടുത്ത് തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഒരു ഏകദേശം 8 മാസത്തോളം ക്ലാസ്സിലൊന്നും പോവാത്തതുകൊണ്ടും മറ്റുള്ള ആൾക്കാരായിട്ട് ഇടപഴകാത്തതുകൊണ്ടും ഇപ്പോൾ പുറത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അകാരണമായിട്ടുള്ള പേടി, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ആൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു ഞങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മള് കുറച്ച് നാള് മുമ്പ് ആ ഒരു 4000 വീക്സ് എന്ന് പറയണ ആ ഒരു കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ, അതായത് ജീവിതത്തില് നമുക്ക് 4000 ആഴ്ചയെ ആകെ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. അതിലെ ഒരു 40 വയസ്സത്തോളം ആയിട്ടുള്ള ഒരാളാണെങ്കില് നമ്മളതിൻ്റെ പകുതിയും തീർന്നു പോയി. നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ അദ്ദേഹം ഏകദേശം ഒരു 700 ദിവസത്തോളം അല്ലെങ്കിൽ അത്രയും സമയത്തോളാണ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി 1 1/2 വർഷമായിട്ട് കംപ്ലീറ്റ്ലി വേസ്റ്റ് ചെയ്തതായിട്ട് അദ്ദേഹം പറഞ്ഞത്. നമ്മളൊരു 10,000 ദിവസം കഴിയുവാണെങ്കില് നിങ്ങളുടെ ജീവിതത്തില് എവിടെ ആയിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? 10,000 എന്ന് പറയുമ്പോൾ അത്ര വലിയതൊന്നുമല്ല. കാരണം ഇങ്ങനെ സമയം നമ്മൾ ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് ഫാസ്റ്റ് പേസ് ചെയ്ത് എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോവാൻ അധികം സമയം വേണ്ട യഥാർത്ഥത്തില്. നമുക്ക് ഒരു ഫോൺ എടുത്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ, 6 മണിക്കൂർ, 12 മണിക്കൂർ വരെ സ്ക്രീൻ ടൈമുള്ള ആൾക്കാരുടെ സ്റ്റോറീസാണ് ഞങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ഈ അവസരങ്ങളില് ഇപ്പം നമ്മള് മറ്റുള്ളവരെ പറ്റി ചിന്തിച്ച് അല്ലെങ്കില് അവര് നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് സമയം വേസ്റ്റ് ചെയ്യാണ്ട്, നമ്മള് ജീവിതത്തിന് ഇത്തിരി കൂടിയൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇഷ്ടമുള്ള പോലെ അധികം ആർക്കും എന്താ നമ്മളൊരു ഒരു ഉപദ്രവമൊന്നും ചെയ്യാതെ മറ്റുള്ളവർക്ക് കൂടുതലൊരു ഒരു ഹെൽപ്ഫുള്ളായിട്ട് ജീവിക്കുവാണെങ്കില് നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ കൂടെ കടന്നു പോകണം അല്ലെങ്കിൽ ആ ഒരു 25 ആ പ്രായത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കില് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളൊക്കെ
ഒരു ഒരു തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു സെക്കൻഡിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ജീവിതം ഇങ്ങനെയല്ല വേണ്ടതെന്ന് തിരിച്ചറിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മെമന്റോ മോറി എന്ന് പറഞ്ഞ എൻ്റെ ഈ കോയിനെ പറ്റിയിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇത് എനിക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഞാൻ വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഞാനിതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്നെ റിമൈൻഡ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇത്ര പേടിക്കാനൊന്നുമില്ല. അടുത്തൊരു 100 വർഷം കഴിയുമ്പോൾ ലോകത്ത് ആരും എന്നെ ഓർത്തിരിക്കുന്നുണ്ടാവില്ല. അടുത്തൊരു 100 വർഷം കഴിയുമ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീടോ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറോ ഒക്കെ എവിടെയൊക്കെയോ പോയി മറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒന്നും പുറകെ അല്ല. പക്ഷേ അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായത്തിനും അടുത്തൊരു 100 വർഷം കഴിയുമ്പോൾ ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനും ഒരു പ്രാധാന്യവുമില്ല. അതൊക്കെ വെറുതെ ഒരു നമ്മള് ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 10, 15 ദിവസം കഴിയുമ്പോഴേക്കും പുതിയ നെറേറ്റീവ്സ് നമ്മുടെ പുറകിലോ മറ്റുള്ള ആൾക്കാരുടെ പുറകിലോ ഒക്കെ വരും. അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. മരണത്തെ പേടിക്കാനല്ല. പക്ഷേ ജീവിതം ഏത് നിമിഷവും നഷ്ടപ്പെട്ടാം എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പ്രത്യേകിച്ചും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ പത്രത്തിൽ തന്നെ കാണുന്നില്ലേ, എത്രയോ ചെറുപ്പക്കാരാണ് ഈ വളരെ ചുരുങ്ങിയ വയസ്സിൽ തന്നെ കുഴഞ്ഞു വീണിട്ടും, അല്ലെങ്കിൽ പല ഒരു അൺഎക്സ്പെക്റ്റഡ് ഏർലി ഡെത്ത് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു റിമൈൻഡറാണ് ഈ സ്റ്റോയിക് ഫിലോസഫിയിലുള്ള മെമന്റോ മോറി. ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് വെരി ഡീറ്റെയിൽ ആയിട്ടുള്ള 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ കമന്റ് ബോക്സിൽ ഇടാം, ഒന്ന് കാണുക.